ഇന്ന് ഈ വീഡിയോ ചിത്രീകരിക്കുന്നത് ഓഗസ്റ്റ് 2-ാം തീയതിയാണ്. ഇന്ന് സംഗീത ഗുരു ദക്ഷിണാമൂർത്തിയുടെ ചരമദിനമാണ്. സന്ദർഭികമായി അദ്ദേഹത്തിന്റെ ആ ചരമദിനം ഓർത്തുപോയി അദ്ദേഹത്തിന്റെ ആ സ്മരണയ്ക്ക് മുന്നിൽ നിത്യപുഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് ഈ വീഡിയോ തുടങ്ങുന്നത്. അതിന് കാരണമുണ്ട്. അദ്ദേഹം പണ്ട് ഞങ്ങൾ സ്കൂൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് പാടിയ ഒരു പാട്ട്, ദേവാലയം എന്നൊക്കെ പറയുന്ന ഒരു സിനിമയിലാണ്. നാഗറാതി എണ്ണയുണ്ട്, അലവലാതി ലേഹ്യമുണ്ട്, അതുപോലെ പല സാധനങ്ങളും ഒരു ഭരണിയിലാണ്. തല ചുറ്റി കറങ്ങലിന് കൊട്ടൻ ചുക്കാതി, അതുപോലെ കരിങ്കുരങ്ങിരിക്കുന്ന കാട് ചുറ്റി ഓടി വന്ന കാറ്റുകൊണ്ട ലേഹ്യമുണ്ട്, അലവലാതി നെയ്യുണ്ട്. പല കാര്യങ്ങളും പറഞ്ഞ് വളരെ ഹാസ്യാത്മകമായ ഗാനം അദ്ദേഹം സംഗീതം ചെയ്ത് അദ്ദേഹം തന്നെ പാടുകയാണത്. അതാണ് അതിന്റെ പ്രത്യേകത. അതിപ്പോഴും കേൾക്കാറ്, ഇടയ്ക്കിടയ്ക്കൊക്കെ കേൾക്കും. ഇത് പറയാൻ കാരണം, ഇന്ന് നമ്മള് വ്യത്യസ്ത ശൈലിയിലുള്ള ഒരു അധ്യായമാണ് ഇവിടെ ചെയ്യുന്നത്. രോഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. രോഗങ്ങൾ വരുന്നതും രോഗങ്ങളുടെ ഉത്ഭവസ്ഥാനവും ഒരു പരിധിവരെ ഭക്ഷണമാണ്. കാരണം പണ്ട് കാലത്ത് കണ്ടിട്ടുണ്ട്, വലിയ വീട്ടിലെ കൊച്ചമ്മമാര് തിന്ന് കൊഴുത്ത് അവരുടെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ കാലേരിക്കാലിന്റെ മോട്ടർ വെച്ചിട്ട് ചെറിയ ഓസ് വെച്ച് ചെടികൾക്ക് നനയ്ക്കുക. പിന്നീട് അത് മാറി, അവരുടെ സ്വഭാവമൊക്കെ മാറി പുസ്തകം എഴുതി പബ്ലിഷ് ചെയ്യുക, തിരുവാതിര കളിക്കുക, ഇപ്പാണെങ്കിൽ യോഗ, ഇങ്ങനെയൊക്കെ അവസ്ഥയിലേക്കൊക്കെ സംഗതിയൊക്കെ പുരോഗമിച്ചിട്ടുണ്ട്. അത്രയും അവിടെ നിൽക്കട്ടെ. ഈ രോഗകാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ ഭക്ഷ്യവസ്തുക്കളായ എണ്ണകൾ, നല്ലെണ്ണ എന്ന പേരിൽ വരുന്ന എണ്ണ, സ്വർണം, വെള്ളി, ചെമ്പ്, ഈയം, മഗ്നീഷ്യം, ഇങ്ങനെ പല പേരില് എണ്ണകൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. ഇതെല്ലാം എണ്ണയേ അല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. പല എണ്ണകളിലും മൃഗക്കൊഴുപ്പുകൾ വരെ ചേർത്താണ് വരുന്നത്. ഫാക്ടറിയിൽ നിന്ന് പുറന്തള്ളുന്ന ചില പ്രത്യേക അസംസ്കൃത വസ്തുക്കൾ ഫ്ലേവർ ചേർത്ത് എണ്ണയാക്കി കൊണ്ടുവരുന്നു. ഭക്ഷ്യ എണ്ണകൾ, തവിടെണ്ണ, 1 കിലോ തവിടിൽ നിന്ന് 1 ഔൺസ് എണ്ണ പോലും കിട്ടില്ല. തവിടെണ്ണ ഇത്ര പെരുത്ത് എങ്ങനെ നമ്മുടെ നാട്ടിലുണ്ടാകുന്നത്? ഭക്ഷ്യ എണ്ണയായിട്ട് ഉപയോഗിക്കാമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ചായക്കടകളിലും പെട്ടിക്കടകളിലും ഹോട്ടലുകളിലും വറക്കുന്നതും പൊരിക്കുന്നതുമായ പല എണ്ണകളൊന്നുമല്ല. അതിനൊന്നും യാതൊരു തരത്തിലുള്ള എണ്ണയുമായുള്ള ബന്ധമില്ല. 1 കിലോ എള്ളിന് വരുന്ന വില എത്രയെന്ന് നമുക്കറിയാം. 1 കിലോ എള്ളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് മിക്കവാറും 100-150 ഗ്രാം എണ്ണയായിരിക്കും. ഒരു പാട്ട എണ്ണയ്ക്ക് നമ്മുടെ മാർക്കറ്റിലുള്ള വില അറിയാം. എങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നു? ഈ യുക്തി ആരും ചിന്തിക്കാറില്ല. അതുപോലെ തന്നെയാണ് ഈ ഭക്ഷ്യ എണ്ണകളും. ഈ ഭക്ഷ്യ എണ്ണകൾ വാങ്ങിച്ച് അതിൽ പൊരിച്ച് തിന്നുന്ന സാധനങ്ങളാണ് പല രോഗങ്ങളും മനുഷ്യരിൽ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. ഇതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരല്ല. നമ്മൾ വിശക്കുമ്പോൾ ഏതെങ്കിലും കടയിൽ കയറി കഴിക്കുന്നു, എന്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അറിയില്ല. വെളിച്ചെണ്ണ, ദൈവം സൃഷ്ടിച്ച എണ്ണകളിൽ അല്ലെങ്കിൽ ദ്രാവകങ്ങളിൽ ഏറ്റവും മികച്ച ഒരു വസ്തുവാണ് വെളിച്ചെണ്ണ. പക്ഷേ വെളിച്ചെണ്ണ മായമില്ലാതെ നമുക്കിന്ന് കിട്ടാൻ നിവൃത്തിയില്ല. വെളിച്ചെണ്ണയുടെ ഫ്ലേവർ വരുത്താൻ വേണ്ടി പാം ഓയിൽ പോലുള്ള സാധനങ്ങളിൽ വെളിച്ചെണ്ണ ആണെന്ന് അറിയിക്കാൻ വേണ്ടി ഈ ഉപ്പേരി കച്ചവടക്കാരും മറ്റു പലരും കുറച്ച് തേങ്ങ ചുരണ്ടി അത് ആ വറക്കുന്ന സംഗതിയിലിട്ട് അതിന്റെ ഫ്ലേവർ വരുത്തി ഇത് വെളിച്ചെണ്ണയിൽ പാകം ചെയ്തതാണെന്ന് അവർ പറഞ്ഞ് ഫലിപ്പിക്കുന്ന കാഴ്ചയും നമ്മൾ കാണാറുണ്ട്. ഇതെല്ലാം നമ്മൾ വാങ്ങി കഴിക്കാറുമുണ്ട്. പക്ഷെ ഇതൊന്നും സത്യമല്ല എന്നുള്ളതാണ് കാര്യം. ഇത്തരം വസ്തുക്കളുടെ ഉപയോഗങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഏറ്റവും മാരകമായ രോഗം ക്യാൻസറാണ്. ക്യാൻസർ ഇന്ന് നമ്മുടെ നാട്ടിൽ പടർന്നു പിടിക്കുകയാണ്. പടർന്നു പിടിക്കുകയാണെന്ന് വെച്ചാൽ അത് പല രീതിയിൽ പല പ്രകാരത്തിലാണ് ക്യാൻസർ വരുന്നത്. ഏത് ഭാഗത്താണ് വരുന്നത്, എങ്ങനെ വരുന്നത് എന്നെല്ലാം നമുക്ക് ഒരു പിടിയുമില്ല, ഒരു നിശ്ചയവുമില്ല ഈ കാര്യത്തിന്. അപ്പോ ജ്യോതിഷക്കാരും ജ്യോതിഷ പണ്ഡിതന്മാരും ഇത്തരം രോഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ക്യാൻസർ എങ്ങനെ വരുന്നു?
അതാണ് ഞാൻ പറഞ്ഞത്, ഇതാണ് വ്യത്യസ്തമായ ഒരു അധ്യായമാണ് നമ്മൾ ചെയ്യുന്നത്. ക്യാൻസറിന്റെ ആവിർഭാഗം നോക്കുമ്പോൾ 6-ാം ഭാവാധിപ രാശി ല എന്ന് രേഖപ്പെടുത്തിയതിൽ നിന്ന് 6-ാമത് എണ്ണുന്നതായ കോളമാണ് 6-ാം ഭാവം. 6-ാം ഭാവാധിപന് ആരോ ആവാം. 6-ാം ഭാവം ലഗ്നം ഏതുമാകാം. അപ്പൊ 6-ാം ഭാവാധിപന്റെ സ്ഥിതി അനുസരിച്ചാണ് ക്യാൻസർ രോഗത്തെ ജ്യോതിഷക്കാർ നിർണയിക്കുന്നത്. 6-ാം ഭാവാധിപൻ പാപനായാൽ, അല്ലെങ്കിൽ ആ ഭാവാധിപന് ലഗ്നാൽ 8-10 സ്ഥാനങ്ങളുടെ ആധിപത്യം വന്നാൽ, അല്ലെങ്കിൽ അവിടത്തെ നിപ്പ് വന്നാൽ, ഇല്ലെങ്കിൽ ഈ പാപന്മാർ 6-ാം ഭാവത്തിലേക്ക് നോക്കിയാലാണ് ക്യാൻസർ രോഗമുണ്ടാകുന്നത് ജ്യോതിഷം പറയുന്നു. ഞാൻ പറയുന്നതല്ല, ജ്യോതിഷക്കാർ പറയുന്നു, ജ്യോതിഷ കൃതികൾ പറയുന്നു, ജ്യോതിഷ പണ്ഡിതന്മാർ പറയുന്നു. ഡോക്ടറെ പോലെയാണ്, അവർക്കറിയാൻ പറ്റും. നല്ല വിവരമുള്ള ജ്യോത്സ്യന്മാരും പണ്ഡിതന്മാരും ഒക്കെ രോഗനിർണയം വളരെ കൃത്യമായിട്ട് നടത്താറുണ്ട്. അപ്പോ 6-ൽ രവിയാണ്, സൂര്യനാണ് നിൽക്കുന്നതെന്ന് കൂട്ടാ. അത് തല ശിരോഭാഗത്തായിരിക്കും ക്യാൻസർ, ശിരോരോഗം ആയിരിക്കും. 6-ൽ ചന്ദ്രനാണ് നിൽക്കുന്നതെങ്കിലോ മുഖഭാഗത്തായിരിക്കും, ചുണ്ട് മുതലായ ഭാഗത്ത് മുഖഭാഗത്തായിരിക്കും. 6-ൽ കുജനാണ് നിൽക്കുന്നതെങ്കിൽ അവർ പറയുന്നു അത് തൊണ്ട, അതുപോലെ മറ്റു പല ഭാഗങ്ങൾ, തൊണ്ട, ഗുദം, അതുപോലുള്ള സ്ഥലങ്ങളിലെല്ലാം, സ്തനം, സ്ത്രീകൾക്കാണെങ്കിൽ സ്തനം മുതലായ സ്ഥലങ്ങളിലെല്ലാം വരും, ക്യാൻസർ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അപ്പോ കുജനാണെങ്കിലോ, കുജൻ ആണെങ്കിൽ അടിവയറ്, ഉദര രോഗം, കുടലില്, അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ രോഗം സംജാതമാകാം എന്ന് പറയുന്നു. ബുധനാണെങ്കിൽ വ്യാഴം, ബുധന്റെ കാര്യം പറഞ്ഞു, ബുധനാണ് അടിവയറ്റിലുണ്ടാക്കുന്നത്. വ്യാഴമാണെങ്കിൽ എങ്ങനെയാണത്? കാൽമുട്ട്, അതുപോലെ കീഴ്പോട്ടുള്ള കാൽപാദങ്ങൾ മുതലായ സ്ഥലങ്ങളിലാണ് ഈ രോഗം ജന്യമാകുക. ശുക്രനാണെങ്കിലോ സാധാരണ ഗർഭാശയങ്ങളിൽ, യൂട്രസ്, അതുപോലെ ഉദരം മുതലായ സ്ഥലത്തായിരിക്കും ഈ രോഗം വരുന്നത്. ശനിയാണെങ്കിലോ, ശനി കാലിലായിരിക്കും ഈ രോഗം സംജാതമാക്കുന്നത്. ഇങ്ങനെ ഓരോ അവയവങ്ങളിൽ ഓരോ ഗ്രഹങ്ങൾ 6-ൽ നിൽക്കുകയോ 6-ാം ഭാവാധിപനാകുകയോ, 6-ാണ് സുഖസ്ഥാനം, രോഗസ്ഥാനമാണത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതും മനസ്സിലാക്കണം. വെറുതെ അങ്ങോട്ട് 6 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 6 എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലാക്കണം. 6 ഇതാണ്. അപ്പൊ അവിടേക്ക് നോക്കുകയോ അവിടെ നിൽക്കുകയോ ചെയ്താലാണ് ഈ രോഗം സാധാരണഗതിയിൽ വരുന്നതെന്ന് ജ്യോതിഷം പറയുന്നു. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു രോഗാവസ്ഥയുമായി ചെന്ന് നല്ല കുശാഗ്രബുദ്ധിയായ ദൈവാധീനമുള്ള ഒരു ദൈവജ്ഞന്റെ അടുത്ത് ചെന്നാൽ അയാൾ കൃത്യമായി ഇത് പ്രവചിക്കും. അങ്ങനെയുള്ളവരുണ്ട്. പക്ഷെ യൂട്യൂബ് ജ്യോതിഷികളോ അല്ലെങ്കിൽ യൂട്യൂബിൽ വേഷം കെട്ടിയിരിക്കുന്ന ആളുകൾക്ക് ഒന്നും സാധിക്കില്ല. കാരണം ഇത്തരം കാര്യങ്ങൾ പ്രവചിക്കണമെങ്കിൽ അതിനുള്ള ദൈവാധീനവും അതിനുള്ള പാണ്ഡിത്യവും വേണം. ഇതേപോലെ കാര്യങ്ങൾ വളരെ ഗ്രഹിച്ച് മനസ്സിലാക്കി പറയാനുള്ള ശക്തി വേണം. അപ്പൊ അതിന് ആമുഖമായിട്ടാണ് ഞാൻ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞത്. ഭക്ഷണത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് രോഗത്തിനെയും മരുന്നിനെയും പ്രതിപാദിക്കുന്ന ഒരു ഹാസ്യഗാനത്തെ പറ്റി പറഞ്ഞു. ഹാസ്യഗാനത്തിന്റെ ആ പ്രയോക്താവിനെ പറഞ്ഞു. അത്രയും പറഞ്ഞിട്ടാണ് ഇത്രയും വന്നെത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ക്യാൻസർ എന്ന രോഗത്തിനെ കുറിച്ച് ഒരു ഏകദേശ ചിത്രം എങ്ങനെ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഇന്ത്യ മഹാരാജ്യത്തല്ല, ലോകത്തെ എല്ലാ സ്ഥലത്തും അരങ്ങേറിയിരിക്കുന്ന ഒരു രോഗമാണ് പ്രമേഹം. ഷുഗറും പ്രഷറും ഇല്ലാത്ത ആളുകൾ ഉണ്ടാവില്ല. അത് പണക്കാരന്റെ രോഗമാണ്, അല്ലെങ്കിൽ പണക്കാരത്തിയുടെ രോഗമാണ്. കാരണം ശരീരം അനങ്ങാതിരുന്ന് തിന്നും കുടിച്ചും മുടിച്ചും വരുത്തുന്ന ഒരു രോഗമാണ് പ്രമേഹം എന്ന് നമ്മൾ പറയും. വൈദ്യശാസ്ത്രവും ഏറെക്കുറെ അതൊക്കെ തന്നെയാണ് പറയുന്നത്. എക്സസൈസ് ഇല്ലായ്മ കൊണ്ടും കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരം അടിഞ്ഞുകൂടുന്നതുകൊണ്ടും പഞ്ചസാരയുടെ ഉപയോഗം, മറ്റു കാര്യങ്ങളെല്ലാം അതിൽ വരുന്നുണ്ട്. അപ്പൊ പ്രമേഹം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ജ്യോതിഷക്കാരും ജ്യോതിഷവും പറയുന്നത് 6-ൽ ശുക്രൻ നിൽക്കുന്നതാണ് ശുക്രനാണ് ഇതിന്റെ ആള്. അപ്പൊ 6-ൽ ശുക്രൻ നിൽക്കുക, അല്ലെങ്കിൽ അവിടെ പാപസാമ്യം വരിക, സാമീപ്യം വരിക, അല്ലെങ്കിൽ പാപന്മാർ 6-ലേക്ക് ശക്തിയായി ദൃഷ്ടി ചെയ്യുക. അതാണ്
പ്രമേഹ രോഗത്തിന്റെ ജ്യോതിഷ നിർവചനം, ജ്യോതിഷ ഡോക്ടർമാരുടെ കണ്ടുപിടുത്തം. അവർ സ്കാൻ ചെയ്യാതെയും എക്സ്റേ എടുക്കാതെയും മറ്റുള്ള MRI എടുക്കാതെയും ഈ കാര്യം പറയുന്നു, ഈ രീതിയിൽ പറയുന്നു. ഇത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നതും എല്ലാ സ്ഥലത്തും കണ്ടുവരുന്നതായ ഒരു രോഗമാണ് സ്ട്രോക്ക് എന്ന് വെച്ചാൽ പക്ഷാഘാതം. അത് അമിതമായ ജോലിഭാരം, അമിതമായ പ്രഷർ, അതെല്ലാം കൂടുമ്പോഴാണ് സാധാരണ സ്ട്രോക്ക് വരുന്നത്. സ്ട്രോക്കും ഇപ്പോൾ ഒരു സർവ്വസാധാരണ സംഭവമായി മാറിയിരിക്കുകയാണ്. അപ്പൊ സ്ട്രോക്ക് സാധാരണ ഗതിയിൽ വരുന്നത് എങ്ങനെയെന്ന് ജ്യോതിഷക്കാർ പറയുന്നു, ജ്യോതിഷ പണ്ഡിതന്മാർ പറയുന്നു, പുസ്തകങ്ങൾ പറയുന്നു. ബുധനും ശനിയും രവിയും ലഗ്നത്തിൽ കണ്ടാൽ നമുക്ക് നിഗമനത്തിലെത്താം ഇയാൾക്ക് സ്ട്രോക്ക് ഉണ്ടാകും. 6-ൽ ഇതുപോലെ തന്നെ ശനിയുടെയോ അല്ലെങ്കിൽ ക്രൂരഗ്രഹങ്ങളുടെയോ നോട്ടം വന്നാലും നമുക്കിത് പറയാം. 6-ലെ ശുക്രനെ കൊണ്ടും നമുക്ക് ഇത് പറയാമെന്ന് നേരത്തെ പറഞ്ഞു. ഇത് പ്രധാനമായിട്ട് സ്ട്രോക്കിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. സ്ട്രോക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു ബുധൻ, ശനി, രവി മുതലായവർ ലഗ്നത്തിൽ നിൽക്കുക, 6-ൽ അല്ലെങ്കിൽ 8-ൽ ശനിയുടെ നോട്ടം വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സ്ട്രോക്കിന് നിദാനമായിട്ട് വരുന്നത്, പക്ഷാഘാതം വരാനുള്ള കാരണം. അതിന് വൈദ്യശാസ്ത്രത്തിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. അമിതമായ പ്രഷർ കൂടുക അല്ലെങ്കിൽ പ്രഷറിന് വ്യത്യാസം വരിക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് സാധാരണ സ്ട്രോക്കിന്റെ സ്ഥിരനോട്ടം വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ മാരക രോഗമാണ് പ്രഷർ. മാരക രോഗമല്ല, അതെല്ലാം ഇല്ലാത്തവരില്ല. ഒരു 100 പേരിൽ പ്രഷർ ഇല്ലാത്തവരായിട്ട് 10 പേരോ 15 പേരോ കാണും. അല്ലാത്തവർക്കെല്ലാം നമ്മുടെ ഇന്നത്തെ വ്യവസ്ഥിതിയില് പ്രഷറുണ്ട്. പ്രഷറിന് മരുന്ന് കഴിക്കുന്നവരായിരിക്കും കൂടുതലും. ആ പ്രഷർ വരുന്നത് 5-ൽ കുജൻ, ചന്ദ്രൻ, രവി ഇവരാരെങ്കിലുമൊക്കെ നിൽക്കുക, 5-ൽ രവി, ചന്ദ്രൻ, കുജന്റെ ദൃഷ്ടി വരിക, അതുപോലെ ശനിബന്ധം വരിക. ശനിബന്ധം വന്നാലുണ്ടാകുന്നതെന്ന് വെച്ചാൽ ഹൈ പ്രഷർ അല്ല, ലോ പ്രഷർ വരും. ഇതാണ് ഒരു 3 രോഗത്തെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. 1 ക്യാൻസർ, 2 പ്രമേഹം, 3 സ്ട്രോക്ക്, 4 പ്രഷർ. ഇത്രയും രോഗങ്ങൾ. ഈ രോഗങ്ങൾ ഇന്ന് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ നമ്മുടെ ചുറ്റുപാടും വളരെ വളരെ ആളുകൾക്ക്, നമ്മൾ എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ കാണാം എന്ന് പറഞ്ഞ രീതിയിലാണ് ഇതിന്റെ സ്ഥിതി. എവിടെ തിരിഞ്ഞു നോക്കിയാലും ഏത് ഭാഗത്ത് നോക്കിയാലും നമ്മൾ ഇത്തരം രോഗവും രോഗികളെയും കാണുന്നുണ്ട്. അതിന് മരുന്നുകളുണ്ട്. പ്രഷറിന് മരുന്നുണ്ട്, ഷുഗറിന് മരുന്നുണ്ട്, മറ്റു കാര്യം ക്യാൻസറിന് മരുന്നുണ്ട്. അതിൻ്റെതായ വിലയും സംവിധാനവും ഉണ്ട്. കൺട്രോൾഡ് ഐറ്റമായിട്ട് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോ ഇത് ഈ അധ്യായം രോഗങ്ങളെ കുറിച്ച് എടുക്കാൻ കാരണം തന്നെ രോഗാവസ്ഥകൾ സംജാതമാകുന്ന ഭക്ഷ്യവ്യവസ്ഥകൾ, ഭക്ഷണങ്ങൾ, നമ്മൾ വിരുദ്ധാഹാരങ്ങൾ, അതുപോലെ നമ്മളെ അറിയാതെ മൾട്ടിനാഷണൽ കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന വലിയ വലിയ മാരക വസ്തുക്കൾ, അതിൻ്റെ പരസ്യം, അതിൻ്റെ പ്രചരണ രീതി, ഇതിലെല്ലാം അകപ്പെട്ട് നമ്മൾ ഇതിന് വശംവദരായി നമ്മുടെ ശരീരത്തെ കേടാക്കുന്നു. നമ്മുടെ ദിനചര്യകളിൽ ഇവ വന്നുകൂടി അതിനകത്ത് പലതിലും സ്റ്റിറോയിഡ് ഉണ്ടാവാം, അജിനോമോട്ടോ എന്നെല്ലാം പറയുന്ന വസ്തുക്കൾ ഭക്ഷ്യവസ്തുക്കളിൽ സ്വാദ് വർദ്ധിപ്പിക്കാനായി ഹോട്ടലുകളിൽ, വലിയ സ്റ്റാർ ഹോട്ടലുകളിലും ഇന്ന് വേണ്ട വെട്ടിക്കടകളിൽ പോലും ഉപയോഗിക്കുന്നുണ്ട് ഈ സാധനങ്ങൾ. ഇതെല്ലാമാണ് ഈ രോഗത്തിന് കാരണം. പിന്നെ ജന്മന ഇതില്ലാത്ത കാലത്ത് ഈ രോഗം വന്നിരുന്നില്ലേ എന്ന് നിങ്ങൾ ചോദിച്ചാൽ വളരെ കുറവായിരുന്നു. വളരെ കുറച്ച് സംഖ്യയിൽ ജനസംഖ്യയിൽ മാത്രമേ ഈ രോഗങ്ങൾ സംജാതമായിരുന്നുള്ളൂ. ആധുനിക വ്യവസ്ഥിതിയിൽ വന്നിരിക്കുന്ന വ്യത്യാസത്തിനനുസരിച്ച് രോഗങ്ങളും ആധുനിക രീതിയിൽ വന്നെത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോ ഇതിന്റെ കാര്യങ്ങൾ എന്താണ് എന്ന് ആദ്യം മുതൽ അവസാനം വരെ വളരെ ചെറിയ ഭാഷയിൽ, വളരെ ചെറിയ രീതിയിൽ, നമ്മൾ അതിന്റെ ടെക്നിക്കൽ ടേംസിലേക്ക് പോകാതെ ഇതെങ്ങനെ വരുന്നു, എങ്ങനെ സംജാതമാകുന്നു, ആർക്കൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ പ്രതിപാദിച്ചത്.
അപ്പോ ഒരു മരുന്നും ഫലിച്ചില്ലെങ്കിൽ കാളം നെല്ലായി എന്ന് പണ്ടൊരു പരസ്യമുണ്ട്. പണ്ട് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് കണ്ടിരുന്നത്. ഇപ്പൊ അതുണ്ടോന്ന് അറിയില്ല. ഒരു മരുന്നും ഫലിച്ചില്ലെങ്കിൽ കാളം നെല്ലായി എന്ന് പറഞ്ഞ രീതിയിൽ ഈ രീതിയിലുള്ള രോഗങ്ങൾ നമ്മളുടെ ഇടയിൽ സംജാതമാകുമ്പോൾ നമ്മൾ അലോപ്പതി നോക്കും, ആയുർവേദം നോക്കും, എല്ലാം കഴിഞ്ഞ് ഹോമിയോ നോക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വ്യവസ്ഥിതി മുന്നോട്ട് കൊണ്ടുപോകുന്നതും മുന്നോട്ട് ചലിക്കുന്നതും. ഈ ചക്രം ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ ഈ എപ്പിസോഡ് ഇവിടെ തൽക്കാലം നിർത്തുകയാണ്. വീണ്ടും നമുക്ക് ഇതുപോലുള്ള പ്രയോജനപ്രദമായ കാര്യങ്ങളുമായി കാണാം. നമസ്കാരം.